വെൽക്കം ടു ജിലേബി ക്യൂസീൻ. ഞാൻ ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കോളിഫ്ലവർ ക്യാപ്സിക്കം സ്റ്റിർ ഫ്രൈ ആണ്. ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ആപ്പിറ്റൈസറായിട്ടോ പിന്നെ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇത് സ്റ്റിർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. എന്നാലേ ആ ഒരു ബേൺ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. സോ കൈ എടുക്കാതെ കൂടെ തന്നെ നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇതൊരു ചെറിയ കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ അതിനി ഇട്ട് കൊടുക്കട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ എല്ലാ കോളിഫ്ലവറിലൊക്കെ ഒന്ന് ആയി വരാനായിട്ട്. അതേപോലെ വെളുത്തുള്ളി നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രമേ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാവൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ കോളിഫ്ലവറിനെ വേവിച്ചെടുക്കണം. കൂടെ തന്നെ നിൽക്കുക. ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അടിക്ക് പിടിക്കും. ഹൈ ഫ്ലെയിമിലായതുകൊണ്ടാണ്. അപ്പം ആ ഹൈ ഫ്ലെയിമിൽ അതിനെ ഒരു 80% നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അതിനുശേഷം വന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ്. കുറച്ചൊരു എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ എത്തിക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൽ ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഗ്രീൻ, റെഡ്, യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ ബൗളിൽ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു. എല്ലാ ക്യാപ്സിക്കവും വേണ്ട, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എല്ലാം ചേർക്കുക. ഇല്ല, ഗ്രീൻ ക്യാപ്സിക്കം ചേർക്കുന്നത് വളരെ നല്ലതാണ്. അത് വന്നിട്ട് ആ ഒരു ടേസ്റ്റ് കുറച്ച് നന്നായി തരും. അതേപോലെ റെഡിൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റും കുറച്ച് നല്ലതാണ്. ഈ സ്റ്റിർ ഫ്രൈക്ക് നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ വന്നിട്ട് ഒരു നല്ല ടേസ്റ്റാണ് ആ കോളിഫ്ലവറിനകത്ത് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ. കോളിഫ്ലവർ ഒരു 50% ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തത്. ഹൈ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിനിയും അതൊന്ന് വെന്ത് വരട്ടെ. കോളിഫ്ലവറിൻ്റെ കളർ തന്നെ ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഒരു കളറ് വന്നിട്ട് അതിൽ കോട്ടായതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനി ഇച്ചിരി കൂടെ ആകാനുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. കോളിഫ്ലവർ ഇപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് സോസൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ്. ഇത് നമുക്ക് നല്ലതുപോലെ ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് നമുക്കതിനെ ഒന്ന് വേകാനായിട്ട് വിടാം. അപ്പോൾ ആ സോയയുടെ ടേസ്റ്റൊക്കെ വന്നിട്ട് ആ കോളിഫ്ലവറിലേക്ക് ചേർന്ന് കിട്ടും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിൽ നന്നായി വെന്തിട്ടുണ്ട്. ബട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ കുറച്ച് സോയയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ സോയയിലും ചില്ലി ഗാർലിക് സോസിലും ഒക്കെ വന്നിട്ട് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോകാതെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വന്നിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് കൂടി നമുക്കതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വേഗം ആക്കിയെടുക്കാം. കോളിഫ്ലവറും ക്യാപ്സിക്കവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം.
Cauliflower Capsicum Stir Fry ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കിക്കുക അതിൻ്റെ ആ ഒരു ഗോൾഡൻ കളറൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഇതൊരു നല്ല സൈഡ് ഡിഷാണ്. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടോ അല്ലെങ്കിൽ എന്താ പറയുക ചുമ്മാ വെറുതെ വിശക്കുമ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ കഴിക്കാം. അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.